ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ നടക്കാൻ പോക്കും നടത്താൻ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ 6 മണിയാവും കേട്ടോ. പിന്നെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 6:30 ആയിക്കണം. അപ്പം ഇനി തകൃതായിട്ട് ചോറും കൂട്ടാനും ചായയും കടിയൊക്കെ ആവണമല്ലോ. അപ്പം ചായക്ക് കടി നമ്മളെ ചീയപ്പാണ് കേട്ടോ. ഞങ്ങൾ പറയും ചീയപ്പം, ചിലവർ പറയും നീർദോശ, അങ്ങനെ പല പേരുണ്ടല്ലോ അതിന്. അപ്പോൾ ഞാൻ പത്തിരിപ്പൊടി വെച്ചങ്ങാണ്ട് കേട്ടോ ചീയപ്പം ഉണ്ടാക്കണ്. അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ല, അപ്പോൾ പൊടി ഉണ്ടായതുകൊണ്ട് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ രാവിലത്തെ ഡ്രിങ്ക് ഞാൻ അങ്ങനെ മാറ്റി മാറ്റി കുടിക്കട്ടോ. ഒന്ന് ചെറുനാരങ്ങ നീര് ചുടുവെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ കുടിക്കുകയാണ്. അപ്പം കുക്കറിൽ റേഷനരി കേട്ടോ തീമിടുന്നത്. അപ്പോൾ കുക്കറിൽ ഞാൻ വെള്ളം തിളച്ചിട്ടാണ് അരി ഇടുന്നത്, കാരണം പെട്ടെന്ന് വേകുമല്ലോ. അങ്ങനെ കുക്കറിൽ വെള്ളം അടുപ്പത്ത് വെച്ചേക്കണം. അപ്പോൾ ഞാൻ വേറൊരു കുക്കർ എടുത്തുകൊണ്ട് അതിക്ക് ചെറിയരി കുറച്ചെടുത്തുങ്ങാണ്ട് കേങ്ങാണ്ടാവും തീമിടുകയാണ്. കുറച്ച് ചെറുപയർ ഇട്ടുക്കണം കേട്ടോ. മക്കൾക്ക് അംഗൻവാടിക്ക് പോകുമ്പം കഞ്ഞി എടുത്തുകൊണ്ട് പറഞ്ഞേക്കാൻ. അതിലെന്നും പോകുമ്പം കുറച്ച് കഞ്ഞി കുടിച്ചിട്ടാണ് പോവില്ല. രാവിലെ ചായയും കഞ്ഞി ശരിക്കും കുടിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഞ്ഞി വേഗം വെക്കും. അപ്പോൾ നമ്മൾ നീർദോശക്കുള്ള പൊടി കലക്കിയെടുക്കുമ്പോഴത്തേന് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണം. അതൊക്കെ ചൂടാവട്ടെ. അപ്പോൾ ഞാൻ പച്ച വെള്ളം കേട്ടോ, നോർമൽ പച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തേക്കണം. അതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം. അങ്ങനെ അരിയൊക്കെ കുക്കറിലിട്ടിട്ടോ. അപ്പം ഇനി വിസിലടിക്കൂല കേട്ടോ. വിസിലടിക്കാൻ നേരത്തെ ഞാൻ ഓഫാക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യക്കുട്ടനൊക്കെ നീച്ച് വന്നിക്കണ്. കണ്ണൊന്നും തുറക്കണമെന്നല്ല, കണ്ണല്ല അടച്ചും കൊണ്ട് തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ ശീലക്കോടൊക്കെ ഒന്ന് മാറ്റണം, എന്നിട്ടേ നമ്മളെ പണി തുടരാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ ബാക്കി ഉറക്ക് അവിടെ കണ്ടുട്ടോ, ഉമ്മ കടന്നു കണ്ടാട്ടോ ഉറങ്ങണേ. അപ്പോൾ ഞാൻ കുക്കർ കണ്ടോ, വിസിൽ വരാൻ നേരത്തെ ഞാനവിടെ ഓഫാക്കി. അപ്പം ഞാൻ ഒരു ചട്ടിയിൽ നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നലത്തെ രാത്രിക്കത്തെ കുറച്ച് സാമ്പാർ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചീയപ്പത്തേക്ക് സാമ്പാറും ചട്നി. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതേപോലെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ.
റേഷനരി ഇങ്ങനെ ഒട്ടാതെ വേറാതെ കിട്ടണമെങ്കിൽ ഇങ്ങനെ വെള്ളം തിളക്കാനാകുമ്പോൾ അരി ഇടുക. ഒറ്റ വിസിൽ വരുന്നതിന് മുന്നേ ഓഫ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ കറക്റ്റ് നല്ല പരുവത്തിലുള്ള ചോറായി കിട്ടും. പണികളൊക്കെ വേഗം കഴിച്ചിട്ടേ എന്താണ് മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ട് എനിക്ക് പുറത്തൊരു സ്ഥലം വരെ പോവാണ്ടേ. അപ്പോൾ ഉപ്പേരിക്ക് ഞാൻ ബീൻസും പിന്നെ ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിനി തലേന്ന് തന്നെ കേക്കിങ്ങാണ്ട് കട്ട് ചെയ്ത് വെച്ചിനി. അപ്പോൾ അതൊന്ന് ഉപ്പേരി ആക്കി എടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ കുറച്ച് പാർട്സ് ഉണ്ടായിനി ഫ്രിഡ്ജിൽ, അപ്പോൾ അതും വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ അതും ഒരു വരട്ടാക്കിങ്ങാണ്ട് അങ്ങനെ അതും ഉണ്ടാക്കിയെടുത്തേക്കണം. പിന്നെ ഇന്നലത്തെ കുറച്ച് സാമ്പാറും ബാക്കിയുണ്ട്. അപ്പോൾ ഇന്നത്തെ പിന്നെ കറികളൊക്കെ അതാണ് കേട്ടോ. അപ്പോൾ ചോറും കറികളൊക്കെ ആയി. അപ്പം ഇനി കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ട്. അപ്പോൾ ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. 10:30 ബസ്സിന് എനിക്ക് പോകണം ഇവിടുന്ന്. അപ്പോൾ ആദ്യക്കൂട്ടൻ രാവിലെ തന്നെ നീച്ച് വന്നിക്കണ്. ആദ്യം നീച്ചിട്ടില്ല. അപ്പോൾ അതിനെന്നും ഇങ്ങനെ വലിച്ച് നീപ്പിച്ചലാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾക്ക് പോകാനൊക്കെ ആയി തുടങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ കാരണം മക്കൾ രാവിലെ നീച്ചേ അല്ല. ബെഡൊക്കെ വിരിച്ചാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറക്കിനി. ഇപ്പോൾ കണ്ടോ താഴെ നിലത്ത് കിടന്നുറങ്ങുക.
ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ മക്കൾ അപ്പോൾ കുളിച്ചതിൻ്റെ മുന്നത്തെ ഒരുക്കങ്ങളപ്പോൾ ഈ കാണുന്നതൊക്കെ. കണ്ണാടിയും ചീർപ്പും കണ്ടാൽ പിന്നെ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.